റോട്ടറി ക്ലബ്ബ് ഓഫ് പാലക്കാട് ഗ്രീൻ സിറ്റിയുടെ 2026-27 പ്രവർത്തന വർഷത്തേക്കുള്ള സ്ഥാനാരോഹണ ചടങ്ങ് വടക്കഞ്ചേരിയിലെ മയൂക്ക ഹാളിൽ നടന്നു. വിവിധ മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ പുതിയ ഭാരവാഹികൾ ഔദ്യോഗികമായി സ്ഥാനമേറ്റു. ചടങ്ങിൽ രഘുനാഥൻ പ്രസിഡന്റായും രാജൻകുട്ടി സെക്രട്ടറിയായും വിജയകുമാർ ട്രഷററായും സ്ഥാനമേറ്റു. പുതിയ ഭരണസമിതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ചടങ്ങിൽ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയിൽ ജൂനിയർ ചേംബർ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, എന്ത് കാര്യം ചെറുതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കാതിരിക്കുക. നമുക്കിപ്പോ എല്ലാ ക്ലബുകൾക്കും വലിയ വലിയ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നില്ല. വി ഷുഡ് ബി ഓൾവേസ് ഓൺ ദ മൂവ്. നമ്മൾ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കരുത്, ഒരു സ്ഥലത്ത് നിന്നും ഉറച്ചു പോരുത്. എന്തെങ്കിലും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക, അത് ഏറ്റവും കൊച്ചു പരിപാടിയായിക്കോട്ടെ, പക്ഷെ നമ്മുടെ ക്ലബിന്റെ പേരിൽ നിരന്തരമായിട്ട് കൊച്ചു കൊച്ചു പരിപാടികൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സാമൂഹ്യ സേവന പരിപാടികളാവാം, പൊതുജനസമ്പർക്ക പരിപാടികളാവാം, ഏത് തരത്തിലുള്ള പരിപാടികൾ. നമുക്ക് സ്കൂളുകളിൽ പോയാൽ റൈല പോലുള്ള പരിപാടി നടത്താം, ഇന്ററാക്റ്റീവ് ക്ലബ്ബുകൾ തുടങ്ങാം. അപ്പോൾ നിരന്തരമായിട്ട് റോട്ടറിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതാണ് ഈ ക്രിയേറ്റിംഗ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ട്രെയിനിങ്ങിലൊക്കെ പറയാറുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. അതൊരു കഥാന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതൊരു എക്സ്പെരിമെന്റ് പോലെയാണ്. ഒരു 3 പാത്രത്തില് നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെക്കുന്നു. അടുപ്പത്ത് 3 പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെക്കുന്നു. ഒരു പാത്രത്തില് നമ്മൾ ഇടുന്നത്, ആദ്യം ഇടുന്നത് കുറച്ച് ക്യാരറ്റുകളാണ്. പച്ച ക്യാരറ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 ക്യാരറ്റ് ഒന്നാമത്തെ പാത്രത്തിലേക്ക് ഇടുന്നു. രണ്ടാമത്തെ പാത്രത്തിൽ നമ്മൾ ഇടുന്നത് 2-3 കോഴിമുട്ട രണ്ടാമത്തെ പാത്രത്തിലേക്ക് ഇടുന്നു. സമൂഹത്തിന് കൂടുതൽ പ്രയോജനകരമായ സേവന പ്രവർത്തനങ്ങളിലൂടെ റോട്ടറി ക്ലബ്ബുകൾ മാതൃകയാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. റോട്ടറി ഡയറക്ടർ രാംലാൽ, അസിസ്റ്റന്റ് ഗവർണർ വിജയൻ, GGR ഹരിദാസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം രാജേഷ്, M ഹരിദാസ് എന്നിവർ റോട്ടറി ക്ലബിന്റെ പുതിയ അംഗങ്ങളായി സ്ഥാനാരോഹിതരായി. സെക്രട്ടറി രാജൻകുട്ടി നന്ദി രേഖപ്പെടുത്തി. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ക്ലബ്ബ് നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെന്നിലാപുരം സ്വദേശി രാധാമണിക്ക് പുതിയ വീട് കൈമാറി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ പാർപ്പിടമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് എന്ന് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. ആകെ 26 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 6 ഗുണഭോക്താക്കൾക്ക് വീടുകൾ കൈമാറിയിട്ടുണ്ടെന്നും 5 വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും പ്രസിഡന്റ് രഘുനാഥൻ അറിയിച്ചു. ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. സേവന പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പദ്ധതികൾ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ ഇടപെടലുകൾ എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി പുതിയ പ്രവർത്തന വർഷത്തിൽ മുന്നോട്ടു പോകുമെന്ന് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.